ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേന് എന്തൊക്കെ ജിസിമോൾ ആ ഒരു വീട്ടിൽ അനുഭവിച്ചു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ആ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ആ ഒരു ചേച്ചി, അതുപോലെ തന്നെ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന കുറേയധികം ആൾക്കാർ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. ജിസിമോളെ ഈ ഒരു ഭർത്താവിൻ്റെ അമ്മ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരി ഇതിന് കൂട്ടി നിന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഈ ഒരു ജോലിക്കാരുടെ അടുത്ത് അതുപോലെ തന്നെ നാട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ച സമയത്ത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദ്രവങ്ങളും അതുപോലെ തന്നെ കളറിൻ്റെ പേരിൽ തരം താഴ്ത്തുക, കളിയാക്കുക, എൻ്റെ മകന് പറ്റിയ പെണ്ണല്ല നീ, ഇങ്ങനത്തുള്ള രീതിയിൽ മോശമായിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ ആ ഒരു കുട്ടികളോടും ജിസിമോളുടെ ആ ഒരു മക്കളോടും ഇതേ കണക്ക് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഈ ഒരു അമ്മായിയമ്മയെ പറ്റിയ ഒരു ടീച്ചറാണ്. ടീച്ചർ എന്ന് പറയുമ്പോൾ നല്ല ടീച്ചർമാരെയും നമുക്കറിയാം, മോശമായിട്ടുള്ള ടീച്ചർമാരെയും അറിയാം. അതിൽ മോശമായിട്ടുള്ള ടീച്ചർമാരിൽ ഒരാളാണ് ഈ ഒരു ജിസിമോളുടെ അമ്മായിയമ്മ എന്ന് പറയുന്നത്. അത്ര ക്രൂരമായിട്ട് കുട്ടികളടുത്ത് വരെ ഇതേ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്ന് പറയുന്ന നാട്ടുകാരും ഉണ്ട്. അതായത് കളറിൻ്റെ പേരിലൊക്കെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ജിസിമോൾക്ക് കളറില്ല, ഭർത്താവിൻ്റെ അതായത് മോൻ്റെ അത്ര കാണാൻ നിന്നെ കൊള്ളില്ല, ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ജിസിമോളെ ഉപദ്രവിക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അതും ഈ ഒരു കല്യാണം കഴിക്കാൻ പോയ സമയത്ത് മകന് പെണ്ണാലോചിച്ച സമയത്ത് ഇതൊന്നും കണ്ടില്ലയോ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാവാഞ്ഞത്. ആ സമയത്ത് എന്തു പറ്റി, കണ്ണാടി ഇട്ടില്ല, അതോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം. നിങ്ങളല്ലേ പോയി പെണ്ണിനെ കണ്ടത്, ആ സമയത്ത് കളറിൻ്റെ പ്രശ്നം ഒന്നും തന്നെ കണ്ടില്ലയോ? അതോ ഇനി ജിസിമോൾ ഒരു അഡ്വക്കേറ്റാണ്, അതുപോലെ തന്നെ ഒരു മെമ്പറായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവരടുത്ത് പെരുമാറുന്നതും ബാക്കിയുള്ളവരടുത്ത് നല്ല രീതിയിൽ നിൽക്കുന്നതും അമ്മായിയമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ എന്നുള്ളൊരു കാര്യമൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡൗട്ടുള്ളൊരു കാര്യമാണ്. സ്വന്തം മകൻ കല്യാണം കഴിച്ച് സ്വന്തം മരുമോൾ, അത് മോളെ പോലെ കാണേണ്ട ഒരു പെൺകുട്ടിയെടുത്ത് ഇത്ര മോശമായിട്ട് സംസാരിക്കാനും പെരുമാറാനും എങ്ങനെ തോന്നി? ഈ ഒരു ജിസിമോളുടെ അമ്മായിയമ്മ കല്യാണം കഴിച്ച് വന്ന സമയത്ത് ഇതേ കണക്ക് അവരുടെ അമ്മായിയമ്മ ഇതേ കണക്ക് പെരുമാറിയിരുന്നെങ്കിലോ എന്ന് അവരാലോചിക്കുന്നുണ്ടോ? ഇത്ര ഒരു സാധാരണ ഒരു സ്ത്രീ നല്ല രീതിയിൽ ഭർത്താവിൻ്റെ കുടുംബത്തോടും ജീവിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീ അവരുടെ നേരിൽ ഇത്ര മോശമായിട്ട്, അതായത് നല്ലോണം ബോൾഡായിട്ടുള്ള, നല്ല സമ്പാദിക്കുന്ന, നല്ല പഠിത്തമുള്ള, ഒരു കുറ്റങ്ങൾ പറയാനോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മരുമോളെ പറ്റി ഇത്രമായിട്ട് കുറ്റങ്ങൾ നിറത്തിൻ്റെ പേരിൽ പറയുക. അതുപോലെ തന്നെ സമ്പാദിക്കുന്ന ക്യാഷും കാര്യങ്ങളും ഒക്കെ ഭർത്താവിന് ഭർത്താവ് തന്നെ അവൻ സ്വന്തം കയ്യിൽ വാങ്ങിച്ചു വെക്കുക. വേറെ സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെ എന്തെങ്കിലും ആവശ്യമോ കല്യാണമോ അങ്ങനെ ഇങ്ങനെ വന്നാൽ പുറത്ത് വിടാതിരിക്കുക, ചോദിച്ചാൽ പോലും വിടാതിരിക്കുക. സഹോദരൻ എങ്ങാനും വന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്തും പറയുക എനിക്ക് താല്പര്യമില്ല, കള്ളങ്ങൾ പറഞ്ഞ് ജിസിമോൾ ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോവുക. ഇങ്ങനെയൊക്കെയായിരുന്നു ജിസിമോൾ ആ ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്രമാത്രം അനുഭവിച്ചിട്ട് പോലും മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ജിസിമോളുടെ ഇങ്ങനെ ഉപദ്രവിക്കുന്നതൊക്കെ. ആ ഒരു സമയത്ത് ഇതിനെപ്പറ്റി ചോദിക്കാമെന്ന് പറഞ്ഞ സമയത്ത് ജിസിമോൾ പറഞ്ഞൊരു കാര്യം, എനിക്കവിടെ ജീവിക്കാനാണ്, അതേയൊക്കെ നന്നായിക്കോളും എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് അവസാനം ഇത്രയ്ക്കൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത്ര ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അങ്ങനെ എന്തേലും ആ ഒരു വീട്ടിൽ നടന്നിരിക്കണം. അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ പോയി ആ ഒരു വ്യക്തിക്ക് ശിക്ഷ കിട്ടണം, അതിന് കൂട്ടു നിന്നവർക്കും ശിക്ഷ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അത് നടക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ജിസിമോളുടെ കാര്യം പറയുമ്പോഴത്തേന് അത്രമാത്രം ഒരു സ്ത്രീ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു സിനിമ കണ്ട് ആ ഒരു സിനിമയിൽ ഒരു സീൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അതിനകത്ത് ഇതേ കണക്കൊരു ഇഷ്യൂ ഉണ്ട്. അതിനകത്ത് ഭർത്താവ് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ അത്യാവശ്യം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഫാമിലിയാണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അതിനകത്ത് ജഡ്ജ് ചോദിക്കും, സ്വാതന്ത്ര്യം എന്ത് കൊടുക്കാനുള്ളതാണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കും. അതാണ് ഇവിടെ അവർക്കൊരു ഇഷ്ടങ്ങൾ കാണും, അവർ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്, അവർക്ക് താല്പര്യമുള്ളതുണ്ട്, അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ കാണും. അതിൽ സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യണം, അതിന് കൺട്രോൾ ചെയ്യാനൊന്നും ആരും ആയിട്ടില്ല. ഒരു കല്യാണത്തിന് പോകുന്ന അവരെ ബന്ധുക്കളുടെ തന്നെ അതിന് വിടാതിരിക്കുക, പെർമിഷൻ ചോദിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. പറയുന്നത് ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഫാമിലിയായിട്ട് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ഇതിന് പോവുകയോ ചെയ്യരുത്, അതിന് വിടത്തില്ല. കള്ളങ്ങൾ പറഞ്ഞ് കല്യാണത്തിന് പോകേണ്ട ഒരു അവസ്ഥ എന്നൊക്കെ പറയുമ്പോഴത്തേന് ഒന്ന് ആലോചിച്ച് നോക്കണം. എനിക്ക് തോന്നി ഒരു ജിസിമോളുടെ കുടുംബത്തിനും ഇതിലൊരു പങ്കുണ്ട്. കാരണം അവർ കറക്റ്റായിട്ടുള്ള ഒരു ടൈമിങ്ങിൽ ഇത്
ഡീല് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ ഒരു മോളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. അവരത് ആക്ഷൻ എടുക്കാതെ എല്ലാ കുടുംബത്തിലും കാണും ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് ഇത് കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ മോളെ എന്നൊക്കെ പറയുന്ന കുടുംബക്കാരാണ് മാക്സിമം. ഇതിപ്പോൾ ആ ഒരു ഇഷ്യൂ നടന്ന സമയത്താണ്, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച് കാണത്തില്ല വീട്ടുകാർ പോലും. സാധാരണ ഒരു വഴക്കായിട്ട് മാത്രമേ അവരും വിചാരിച്ച് കാണത്തുള്ളൂ. പക്ഷേ ആ ഒരു സമയത്ത് അവർ കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുത്തിരുന്നെങ്കിൽ, അതിനുവേണ്ടി മോൾക്ക് വേണ്ടി കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് വരത്തില്ലായിരുന്നു. ഇപ്പം നഷ്ടപ്പെട്ട ജീവനുകൾ 3 അത് ജിസ്മോളും അവർ 2 കുട്ടികളും. അവർ തന്നെ എന്ത് പഴച്ചു, അവർക്കിനിയും ജീവിതം ഉണ്ടായിരുന്നു. അപ്പോഴത്തേന് ഇപ്പം ചിലർ ജിസ്മോളെ കുറ്റം പറയുന്നവരും ഉണ്ട്. അതെനിക്കും ഉണ്ട്. കാരണം ഒറ്റക്കാലിലൊക്കെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ്, ജോലിയുണ്ട്, സാമ്പത്തികമായിട്ടൊക്കെ കുഴപ്പമൊന്നുമില്ല. അപ്പം കുട്ടികളായിട്ട് വേറെ താമസിച്ചാൽ ഈ ഒരു ധൈര്യം, ഈ ഒരു സംഭവം കാണിച്ച ഒരു ധൈര്യം തന്നെ മതിയായിരുന്നു. അത്ര പോലും വേണ്ടായിരുന്നു മാറി താമസിക്കാൻ. അപ്പോഴത്തേനും അത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരത്തില്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് ചെയ്യാമായിരുന്നു, പക്ഷെ അത് ജിസ്മോൾ ചെയ്തില്ല. എന്താണെന്ന് നമുക്കറിയില്ല അന്ന് നടന്ന ഒരു സിറ്റുവേഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റായിട്ട് ജിസ്മോളെ ചിലപ്പം ഇതിനെ കുറ്റം പറയാനും പറ്റില്ല. കാരണം അതെന്താണ് അന്ന് നടന്നത്, അത്രയ്ക്ക് എന്താണ് ചിലപ്പം നടന്നതെന്ന് നമുക്ക് അറിയാനും സാധിച്ചിട്ടില്ല. അത് അറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എത്രമാത്രം വേദനയിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുന്നത് എന്നുള്ളൊരു കാര്യം. കാരണം 2020 ജിസ്മോൾ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ ഒരു പോസ്റ്റിൽ പറഞ്ഞൊരു കാര്യം, നല്ലൊരു പണമുള്ള വീട്ടിലേക്ക് അയച്ചാൽ മാത്രം പോരാ, എന്താ പറയുക, ഒരു സ്നേഹിക്കാൻ അറിയുന്ന വീട്ടിലേക്ക് വേണം പോകാൻ എന്ന് പറഞ്ഞ ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പിന്നെ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ട് ഇത്ര നാൾ വരെ ജിസ്മോൾ അനുഭവിച്ചിട്ടുള്ള ഒരു വേദനയെന്ന് പറയുമ്പോഴത്തേന് അത്രമാത്രം ഉണ്ടാവുമായിരിക്കും. അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ലെവലായ സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോയത്. അതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും ഇതേ ആത്മഹത്യ ഒന്നും തന്നെ ചെയ്യത്തില്ല, ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ള ആളാണ്, ബോൾഡ് അല്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചെയ്യത്തില്ല എന്ന് അച്ഛൻ്റെ അടുത്ത് വാക്ക് കൊടുത്തിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ജിസ്മോൾ. പക്ഷെ അവിടെയും കുറേയധികം പേർക്ക് ഡൗട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം ജിസ്മോൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്തതാണോ, ഇനിയിപ്പോൾ ഈ വീട്ടുകാർ തന്നെ ജിസ്മോളെ എന്തെങ്കിലും ചെയ്തതാണോ എന്നുള്ളൊരു കാര്യത്തിലും ഡൗട്ട് വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒട്ടും മാറ്റി പറയാനും പറ്റില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലും അത് തലേ ദിവസം അങ്ങനെ എന്തെങ്കിലും നടന്നതാണോ എന്നും പറയാൻ പറ്റില്ല. കാരണം ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത്രയും ബോൾഡായിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ നല്ലോണം അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റാണ്, ഇതിനെല്ലാം തരണം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി വീട്ടുകാർ അവർ എന്നെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതിലും ഭയങ്കരമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി പോലീസൊക്കെ അന്വേഷിച്ച് കറക്റ്റായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിൽ അവർക്ക് ഒരു കുടുംബത്തിന്, അമ്മായിയമ്മയ്ക്കും ഭർത്താവിനും എന്തൊക്കെയോ പ്ലാനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ അവർ ഇതിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവാൻ ഉള്ള ചാൻസും ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഫുള്ളായിട്ട് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. ജിസ്മോളുടെ മരിച്ചതിന് ശേഷം ആ ശരീരം കൊണ്ടുവന്ന സമയത്ത് ആ ഒരു ഭർത്താവും അമ്മായിയമ്മയൊക്കെ ഭയങ്കരമായിട്ടുള്ള കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ഒരു സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ അത്രയ്ക്കും നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്ത് കൂട്ടി ഈ കാര്യങ്ങൾ കൊണ്ടാണ് ജിസ്മോൾ ആ ഒരു നിലയിലേക്ക് എത്തിയത്. അത് പിന്നാണ് ആൾക്കാർക്ക് മനസ്സിലായത്. സോ ഇങ്ങനത്തുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലും ഉണ്ട്. ഇപ്പോഴും സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ട്. അവരുടെ അടുത്ത് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും സ്ത്രീകൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ അവരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ധൈര്യത്തോടെ മുമ്പോട്ട് പോവുക, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് വെളിയിൽ വരിക, നിങ്ങൾക്കൊരു നല്ല ജീവിതം മുമ്പോട്ട് കിടപ്പുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. സോ ഇത് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യം ഈ ഒരു വീഡിയോ ഉണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായാലും ജിസ്മോളെ പറ്റി ഇനി എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.